മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ഗുജറാത്ത് മുഖ്യമന്ത്രി ഇപ്പോൾ രാജ്കോട്ടിൽ സന്ദർശിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് ഞങ്ങളുടെ വാർത്താസംഘം പകർത്തി പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ ഈ ദുരന്ത ഭൂമിയിലുണ്ട്. നമ്മുടെ വാർത്താസംഘം അവിടെ ഇന്നലെ തന്നെ എത്തിച്ചേർന്നിരുന്നു. ശ്രീനാഥ് ചന്ദ്രൻ, മുഖ്യമന്ത്രി എത്തിയതേ ഉള്ളൂ എന്ന് മനസ്സിലാകുന്നു. എന്തായിരിക്കാം മുഖ്യമന്ത്രിയുടെ മനസ്സിൽ? കാരണം പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഒക്കെ തന്നെ ഇതിൽ അമർഷവും നടുക്കവും ഒക്കെ രേഖപ്പെടുത്തി കഴിഞ്ഞു. പറയൂ. ദുരന്ത ഭൂമിയിലേക്ക് എത്തിയത് നേരത്തെ തന്നെ സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രി ഹർഷ് സാംഗ്വി ഇവിടെ എത്തുകയും കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ എത്തുന്നതിന് മുമ്പുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ അദ്ദേഹം നോക്കി വരികയായിരുന്നു. ഏതായാലും ഇപ്പോൾ മുഖ്യമന്ത്രി ഈ ദുരന്ത ഭൂമിയിൽ എത്തുകയും ഈ അപകടം നടന്ന മേഖലയ്ക്കുള്ളിലേക്ക് നടന്ന് അവിടെ ഉള്ള ഉദ്യോഗസ്ഥരോടൊക്കെ തന്നെ ഇപ്പോൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ആഭ്യന്തരമന്ത്രി ഹർഷ് സാംഗ്വി വിശദീകരിച്ച് നൽകുന്നുമുണ്ട്. അല്പസമയം മുമ്പ് SITയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഒരു യോഗം കളക്ടറേറ്റിൽ പൂർത്തിയായിരുന്നു. ആ യോഗത്തിൽ പങ്കെടുത്തതിനു ശേഷമാണ് ആഭ്യന്തരമന്ത്രി ഹർഷ് സാംഗ്വി ഇങ്ങോട്ട് എത്തിയത്. അതുകൊണ്ട് ആ യോഗത്തിലെ കാര്യങ്ങൾ കൂടി അദ്ദേഹത്തിന് വിശദീകരിച്ച് നൽകുന്നുണ്ട്. പല ചോദ്യങ്ങൾ സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ നിന്ന് ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. അത്തരം ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയോട് ഒരുപക്ഷെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയാണെങ്കിൽ മുഖ്യമന്ത്രിയോട് ചോദിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് യാതൊരു അനുമതിയുമില്ലാതെ ഇത്തരം ഒരു സ്ഥാപനം ഇവിടെ പ്രവർത്തിച്ചതെന്നത്? ഏതായാലും അല്പസമയം മുമ്പ് നമ്മൾ ഫയർ സേഫ്റ്റി ഓഫീസറുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം ഔദ്യോഗികമായ ഒരു പ്രതികരണത്തിന് തയ്യാറല്ലെങ്കിൽ പോലും ഇത്തരമൊരു അനുമതി നൽകിയില്ല എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഈ സ്ഥാപനം ഇത്തരമൊരു അനുമതി തേടിയിരുന്നില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് യാതൊരു നിയന്ത്രണമോ യാതൊരു നിയമമോ പാലിക്കാതെ പ്രവർത്തിച്ച ഒരു സ്ഥാപനമാണ് വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ പുറത്തേക്ക് വരികയാണ്. IG അടക്കമുള്ള സ്ഥലത്തെ MLAയും MP യും മേയറും അദ്ദേഹത്തോടൊപ്പം തന്നെയുണ്ട്. കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. മേയറുടെ പ്രതികരണം രാത്രി വൈകി വന്നിരുന്നു. ഇത്തരമൊരു സ്ഥാപനം പ്രവർത്തിക്കാനുള്ള NOC കോർപ്പറേഷൻ നൽകിയിട്ടില്ല എന്ന് മേയർ പറയുന്നു. വലിയ ലജ്ജാകരമായ കാര്യമാണ്. 2023 മുതൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം, സൗരാഷ്ട്ര മേഖലയിലെ തന്നെ ഏറ്റവും വലിയ ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം, നിരവധി ആളുകൾ, കുട്ടികൾ വരുന്ന ഒരു ഇടം, എന്നിട്ട് പോലും ഇതിന് NOC ഇല്ലാതെ ഇത്ര കാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്ന് മേയർ തന്നെ സമ്മതിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വിശദീകരിച്ച് നൽകേണ്ടി വരും. ഹർഷ് സാംഗ്വി ഈ സാഹചര്യത്തെ കുറിച്ചുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത് വിലയിരുത്തിയ ശേഷം ഒരുപക്ഷെ അദ്ദേഹം മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട്. മുഖ്യമന്ത്രി എന്തു പറയും എന്നത് കൂടി അറിയേണ്ടതുണ്ട്. ഇന്നലെ രാത്രി വൈകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭൂപേന്ദ്ര പട്ടേലുമായി ഫോണിൽ സംസാരിക്കുകയും കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തിരുന്നു. അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ വളരെ വേഗത്തിൽ ചെയ്യാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു. അങ്ങനെ ഭൂപേന്ദ്ര പട്ടേൽ ഇന്നലെ രാത്രി തന്നെ കളക്ടറേറ്റുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഏകോപിപ്പിച്ച് വരികയായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ രാജ്കോട്ടിലേക്ക് അദ്ദേഹം നേരിട്ടെത്തുകയും ഇപ്പോൾ ഈ ദുരന്ത ഭൂമിയിലേക്ക് വന്ന് കാര്യങ്ങൾ ചോദിച്ച് അറിയുകയുമാണ്. ഇനിയും ആളുകൾ ഒരുപക്ഷെ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ഉണ്ടാകാനുള്ള സാധ്യത ഹർഷ് സാംഗ്വി തന്നെ, ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞൊരു സാഹചര്യമുണ്ട്. രാവിലെ ഇപ്പോൾ കുറച്ചു സമയം നിർത്തിവെച്ച തരത്തിൽ വളരെ വേഗത്തിൽ ഇപ്പോൾ പുനരാരംഭിക്കുകയും JCB ഉപയോഗിച്ച് മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് അവശിഷ്ടങ്ങൾ നീക്കുന്ന ജോലികളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി എത്തിയതോടെ പ്രവർത്തനങ്ങൾ കുറച്ച് സമയത്തേക്ക് ഒന്ന് നിർത്തിവെച്ചിട്ടുണ്ട്. ഈ അവശിഷ്ടങ്ങൾക്കിടയിലൊക്കെ നടന്നാണ് അദ്ദേഹം കാര്യങ്ങൾ ചോദിച്ച് അറിഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴും അദ്ദേഹം വിവരങ്ങൾ ആരായുകയാണ്. സ്ഥലം MLAയിൽ നിന്നും മേയറിൽ നിന്നുമെല്ലാം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, ഫയർ ആൻഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അദ്ദേഹത്തോടൊപ്പം ഇപ്പോൾ ഉണ്ട്. ശ്രീനാഥ് ചന്ദ്രനാണ് ഗുജറാത്തിലെ രാജ്കോട്ടിലെ ദുരന്ത ഭൂമിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന്. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ദുരന്ത ഭൂമി സന്ദർശിക്കുകയാണ് ഇപ്പോൾ. അദ്ദേഹം കാര്യവിവരങ്ങൾ മേയറിൽ നിന്നും MP യിൽ നിന്നുമൊക്കെ ചോദിച്ച് അറിയുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. 28 പേരാണ് ഇന്നലെ അവിടെ വെന്തു മരിച്ചത്. അതിൽ കുറച്ചധികം കുട്ടികളുമുണ്ട്. ഇനിയും ആളുകൾ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ കിടക്കുന്നുണ്ടോ എന്ന സംശയം തീർച്ചയായിട്ടും ഉണ്ട്. വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് നടന്നത്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. ഇത്ര കാലവും ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഉത്കണ്ഠപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്.